നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തേക്കാം കേട്ടോ. അപ്പൊ ഞാനിത് തേക്കുന്നത് ഇന്ന് ഹൈബിസ്കസിന്റെ ജെല്ലാണ് കേട്ടോ. ഹൈബിസ്കസ് ജെല്ലാണ്. അപ്പൊ ഇത് നല്ല നല്ല ജെല്ലാണ് കേട്ടോ ഇത്. അപ്പൊ നല്ല തണുപ്പായിരിക്കും നമ്മൾ തലയിൽ തേക്കുമ്പോഴത്തേക്കും. അപ്പം ഈ ഹൈബിസ്കസിന്റെ ചെമ്പരത്തിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പൊ അത് മുടി വളരും കേട്ടോ, ധാരാളം മുടി വളരും. നമസ്തേ, ഞാൻ ശ്രീരേഖ, രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മുടിയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇപ്പോഴും ചിലർ നീലാംബരിയുടെ പറയുന്നുണ്ട്, ഇൻഡിഗോ പൗഡർ അവർക്ക് അലർജിയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ അലർജി ഉള്ളവർ ഒരു പ്രാവശ്യം ആമസോണിൽ നിന്ന് കൂടി വാങ്ങിച്ചു നോക്കൂ കേട്ടോ. ചിലപ്പോൾ ഈ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടിട്ട് നമുക്ക് പറ്റാതെ വരാം. ഇത് പറയാൻ കാരണം, ഒരു പാർട്ടി ഇതുപോലെ അലർജിയാണ്, തേച്ചിട്ട് ചൊറിച്ചിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു, ക്വാളിറ്റി ആയിട്ടുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ അവരങ്ങനെ തേച്ചപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ആമസോണിൽ നിന്ന് മേടിക്കാൻ പറയുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അപ്പം നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് ഞാൻ പാക്കിൽ കുറച്ച് എണ്ണ കൂടുതൽ തേച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ കാണിച്ചു തന്നല്ലോ നെല്ലിക്കപ്പൊടി തേച്ചപ്പോഴാണ് ആ ഒരുപാടുള്ള എണ്ണമഴുക്കൊക്കെ മാറിയത് കേട്ടോ. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള രീതിയാണല്ലോ. അപ്പോൾ ഹെയറിന് പറ്റുന്നത് ഏതാണോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അത് നോക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിച്ചാലും നമുക്ക് ഒരു സംഭവം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിക്കും കേട്ടോ. ഏതെങ്കിലും രീതിയിൽ സാധിക്കും. നമ്മൾ സ്വപ്നം കാണാന്നൊക്കെ പറയുമല്ലോ, സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമായിട്ട് വരും കേട്ടോ. കാരണം ഒരു സംഭവം നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കത് വേണം, എനിക്ക് അങ്ങനെ തീരണം, എനിക്ക് ഇങ്ങനെ തീരണം, എന്തെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആരായിക്കോട്ടെ, ഏത് മതസ്ഥരായിക്കോട്ടെ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ആരായിട്ട് അവരുടെ ആരെയാണോ അവർ ഭജിക്കുന്നത്, വിശ്വസിക്കുന്നത്, അവരെ വിളിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം നമ്മൾ 100% നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ആ കാര്യം നമുക്ക് ഭഗവാൻ സാധിപ്പിച്ചു തരും കേട്ടോ. പ്രാർത്ഥനയും വേണം. ഒന്നിനും ഒരു മടിയില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ കല്ലികാലമാണ്, അപ്പോൾ നമ്മൾ ഈശ്വരനെ ഭജിക്കാനാണ് പറയുന്നത് കൂടുതലായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ ഒന്നും സമയമില്ല, പിന്നെ പണ്ടത്തെ പോലെ ഉള്ള ആ ഒരു വിശ്വാസം വരുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റണം. എപ്പോഴും നമുക്ക് നല്ലത് വരണമെങ്കിൽ നമ്മളെപ്പോഴും ഈശ്വരനെ ഭജിക്കുക, ഈശ്വരനിലൂടെ പോവുക, ഈശ്വരനെ സങ്കല്പിക്കുക, എല്ലാം ഈശ്വരാർപ്പണത്തോടു കൂടി പോകണം കേട്ടോ. അപ്പോൾ ഏത് കാര്യവും നമുക്ക് നടക്കാതെ വരില്ല. എന്ത് പ്രയാസം വരെ കാര്യമാണെങ്കിലും നമുക്ക് നിസ്സാരമായിട്ടത് നേടാൻ പറ്റും കേട്ടോ. അപ്പോൾ മനസ്സിൽ നമ്മൾ ആഗ്രഹമുണ്ടോ അത് നമുക്ക് സാധിപ്പിച്ച് തരും ഈശ്വരൻ. നമ്മൾ അതിനായിട്ട് പ്രയത്നിക്കാം, ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഇതുപോലെ എൻ്റെ വീഡിയോയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാ കഥ പറയണേന്നൊക്കെ ചിലർ ചോദിച്ചു. പക്ഷെ അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം പറയുന്നത്. ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. കാരണം ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യമൊക്കെ ചെയ്ത് നമ്മൾ പരാജയപ്പെട്ടാൽ നിരാശരാകുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് കൂടി ഒരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞ് നീട്ടിപ്പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇതാ ഈ പ്രോഡക്റ്റ് ഇന്നതാണ്, ഇത് തേക്കൂ എന്ന് പറയാം. പക്ഷെ എൻ്റെ മനസ്സത് അനുവദിക്കുന്നില്ല. കാരണം വെറുതെ വന്ന് കുറച്ച് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരണമല്ലല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. കാരണം ഞാൻ നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെയാണ് എല്ലാവരെയും കാണുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള അനുഭവം എന്താണോ അത് മറ്റുള്ളവരിലും പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നന്മകളുള്ള സംഭവങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കാം കേട്ടോ, അല്ലാതെ വലിച്ചു നീട്ടി പോകുന്നതല്ല കേട്ടോ. ഞാൻ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് ഉള്ളിൽ നിന്ന്. പക്ഷെ ഞാൻ കൂടുതൽ പറയുമ്പോൾ അത് ചിലപ്പോൾ ഇതുപോലെ നീണ്ടുപോകണു എന്നൊക്കെ പറയും. അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടർ ആണല്ലോ, അപ്പോൾ അതങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്നും പറയാവുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ.
ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഓരോ ദിവസം ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. എല്ലാം പറഞ്ഞു തന്നു. ഓയിൽ കൂടിയതുണ്ട്. അപ്പൊ 2 ദിവസം ഓയിൽ കൂടിയ സംഭവങ്ങൾ പാക്കുകളൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കത് മാറ്റാനുള്ള സംഭവം. 2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് ആ കൂടുതൽ എണ്ണകളൊന്നും വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആയുർവേദ പൊടികൾ പലതുണ്ട്, പലതരമുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ജെല്ല് അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ ഇന്നലെ 2 ദിവസമായിട്ട് കുറച്ച് ഓയിലുള്ള പാക്കും കാര്യങ്ങളൊക്കെയാണ് തേച്ചത് അല്ലേ. അപ്പം അത് കാരണം ഇന്നിപ്പം നെല്ലിക്കപ്പൊടി തേച്ചു രാവിലെ. കണ്ടോ, ഓവറായിട്ടുള്ള എണ്ണയൊക്കെ പോയി. ഇനി ഞാൻ തേക്കാൻ പോണ എണ്ണകൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തേക്കാൻ പോകുന്ന ജെല്ലായിരിക്കും കേട്ടോ. ഈ ജെല്ലെന്ന് പറയുന്ന പലതരത്തിലുള്ള ജെല്ലുണ്ട്. കറ്റാർവാഴയുണ്ട്, ഫ്ലാക്സീഡ് ഉണ്ട്, പിന്നെ ഉലുവയും ഫ്ലാക്സീഡും ചേർത്തതുണ്ട്, പിന്നെ ഹൈബിസ്കസും ഫ്ലാക്സീഡും ചേർത്തതുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ജെല്ലുകൾ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തേക്കാം കേട്ടോ. അപ്പം ഞാനിത് തേക്കുന്നത് ഇന്ന് ഹൈബിസ്കസിൻ്റെ ജെല്ലാണ് കേട്ടോ. ഹൈബിസ്കസ് ജെല്ലാണ്. അപ്പോൾ ഇതിന് നല്ല നല്ല ജെല്ലാണ് കേട്ടോ ഇത്. അപ്പം നല്ല തണുപ്പായിരിക്കും നമ്മൾ തലയിൽ തേക്കുമ്പോഴത്തേക്കും. അപ്പം ഈ ഹൈബിസ്കസിന്റെ ചെമ്പരത്തിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പം അത് മുടി വളരും കേട്ടോ, ധാരാളം മുടി വളരും. മുടിക്ക് നല്ല തണുപ്പായിരിക്കും. തലയ്ക്കൊക്കെ തലോട്ടിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. നല്ല സിൽക്കി ഹെയർ ആവും. ഡാൻഡ്രഫ് ഉണ്ടാവില്ല. മുടി ഇത് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം വരുന്നില്ല കേട്ടോ. അതുപോലെ മുടിക്കായ വരുന്നില്ല. പിന്നെ സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവില്ല, അടിയിലുള്ള സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവില്ല, മുടി കൊഴിച്ചിലുണ്ടാവില്ല. അപ്പം നമ്മളെപ്പോഴും ഇത് ജെല്ലിങ്ങനെ മാറി മാറി തേക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് കറ്റാർവാഴ ജെല്ലുണ്ട്, അതല്ലെങ്കിൽ പിന്നെ ഹൈബിസ്കസ് ജെല്ല് ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്ത് നീർപ്പിടുത്തൊന്നും ഇല്ലാത്തവർ നമുക്ക് ഓവർനൈറ്റ് വെക്കാം കേട്ടോ. ജെല്ല് പരട്ടിയിട്ട് ഓവർനൈറ്റ് വെക്കാം. ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത്. ജെല്ലെല്ലാം കംപ്ലീറ്റ് പരട്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇത് മുടി ഒന്ന് ഉണങ്ങിയിട്ട് പിന്നിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വെറും വെള്ളത്തിൽ കഴുകും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ വെറും വെള്ളത്തിൽ കഴുകിക്കളയും. അപ്പോൾ പകരം സോപ്പ് ഷാമ്പൂവിന് പകരം ഉപയോഗിക്കുന്നത് എന്താണോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ തല തേക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗുണങ്ങൾ, ഹൈബിസ്കസിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പറയുന്നില്ല, കാരണം നീണ്ടു പോകണ്ട എന്നുള്ളൊരു ഇത് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്, ഈ പറഞ്ഞ തരത്തിലുള്ള ഗുണങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഹൈബിസ്കസ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ജെല്ല് അതും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കാം. തലോട്ടിലൊക്കെ ധാരാളം നമുക്ക് ഇങ്ങനെ മുടി വേർപെടുത്തി ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പം ഈ മുടി ഉണ്ടാവും തലോട്ടിലൊക്കെ നമുക്ക് നന്നായിട്ട് തേക്കാൻ പറ്റും. ഓരോ ഇത് മാറ്റി മാറ്റി വരുമ്പോൾ ലെയർ മാറ്റി വരുമ്പോൾ നമുക്ക് തേക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് തലോട് കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അറ്റം വരെ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മുടി ഒന്ന് ഉണങ്ങിയെന്ന് കാണുമ്പോൾ നമുക്ക് കെട്ടിവെക്കാം കേട്ടോ. മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല, മുടി ധാരാളം വളരും കേട്ടോ. ചെമ്പരത്തി ആണല്ലോ, അപ്പം അതുകൊണ്ട്. അപ്പം ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇതാണ്. അപ്പം അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളാണ് ഈ ചെമ്പരത്തിക്കുള്ളത്. ചെമ്പരത്തി താളിയായിട്ട് നമ്മൾ തേച്ചത് കാണിച്ചല്ലോ. അപ്പം അതിൻ്റെ കൂടെ നെല്ലിക്കപ്പൊടി കൂടി ഇട്ടാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ഓരോന്നും നമുക്ക് ഇതുപോലെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓരോന്നിനും ഓരോതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട്. അപ്പം മുടി ഇത്തരത്തിലും സംഭവങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മുടിക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് പേര് നിങ്ങൾക്കറിയാലോ, അവർക്ക് നല്ല അനുഭവങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട് മുടിക്ക്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം അവരത് വിശ്വസിച്ച് ചെയ്തല്ലോ, അപ്ലൈ ചെയ്തല്ലോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് 100% എനിക്ക് റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ്, അതും ഞാൻ അപ്ലൈ ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഞാനെല്ലാം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏത് പാക്കും നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാം. കാരണം എനിക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയ സംഭവങ്ങളൊക്കെയാണ് ഞാനിതിൽ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പം അതൊക്കെയാണ് ഉള്ളത്, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം എല്ലാവരും എന്തെങ്കിലും നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സാധിപ്പിച്ചു തരും, ഭഗവാൻ സാധിപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ
ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. ഇന്ന് ചെറിയൊരു യാത്ര കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. വീട്ടിൽ പോയിരുന്നു, വീട്ടിൽ പോയിട്ട് വന്നതാണ്. വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഞാൻ മിക്കവാറും എൻ്റെ ഈ ജെല്ലുകൾ, ഓയിലുകൾ, കാര്യങ്ങളൊക്കെ തേക്കുന്നത് ഞാൻ നൈറ്റിലായിരിക്കും കേട്ടോ. നൈറ്റിൽ തേച്ച് പിടിപ്പിച്ച് പിറ്റേ ദിവസം കഴുകിക്കളയും. പിന്നെ പകല് തേക്കുന്നത് തൈര് കൂടിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അലോവര, കറ്റാർ വാഴയിൽ തൈര് മിക്സ് ചെയ്ത് തേക്കുന്നത്. ഈ തൈര് കൂടിയ പാക്കാണ് ഞാൻ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് തേച്ചിട്ട് വെറുതെ വാഷ് ചെയ്ത് കളയുന്നത്. ബാക്കി അല്ലാത്തപ്പോൾ ജെല്ല്, ഓയില്, പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അല്ലേ, പാക്ക് അധികം അല്ലാത്ത പാക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഹണി ഉള്ളതും അല്ല കേട്ടോ. ഹണി ഉള്ളതും പിറ്റേ ദിവസം തേക്കുള്ളൂ, രാവിലെ തേക്കുള്ളൂ. അല്ലാത്ത സംഭവങ്ങളൊക്കെ പാക്കൊക്കെ ഞാൻ ഓവർനൈറ്റ് തേച്ച് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയും കേട്ടോ. ചൂടുവെള്ളം ആരും തലയിൽ ഒഴിക്കരുത് കേട്ടോ. പച്ചവെള്ളത്തിൽ നമ്മൾ കുളിക്കാവൂ. പിന്നെ പറഞ്ഞ പോലെ പച്ചവെള്ളം ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്ത് കുളിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നീരുവീഴ്ച മാറൂല. എപ്പോഴും നീരുവീഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഈശ്വരനോട് പ്രാർത്ഥിക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാനൊക്കെ ആയിട്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം.